ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ലോകമെമ്പാടുമുള്ള ജീവജലത്തിൻ്റെ പ്രേക്ഷകർക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ഡിസംബർ മാസം 11-ാം തീയതി ബുധനാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആർദ്ര കരുണയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ദൈവകൃപയുടെയും ദിനമായി ഏവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവിക കരുതലിൻ കീഴിലായിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി കാതോർക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് 138-ാം സങ്കീർത്തനം 3-ാം വാക്യം. സാംസ് 138 വേഴ്സ് 3 നാം ഇപ്രകാരം വായിക്കുന്നു: ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി, എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. ഭക്തനായ ദാവീദിന്റെ ധന്യമായ ഒരു സങ്കീർത്തനം. സ്തോത്രത്തിൻ്റെയും സ്തുതിയുടെയും ഒപ്പം ഒരു വലിയ പ്രത്യാശയുടെയും വാക്കുകൾ നിറഞ്ഞിരിക്കുന്ന ഒരു കൊച്ചു സങ്കീർത്തനം. പറയുകയാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ബലഹീനതയേറിയ അവസ്ഥയിൽ എൻ്റെ ഉള്ളം ക്ഷീണിച്ച് തളർന്ന് ഞാനൊരു വല്ലാത്ത അവസ്ഥയിലായിരുന്നപ്പോൾ ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് ഉത്തരമരുളുകയും എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തുകയും ചെയ്തു. ഇന്ന് ഞാൻ വലിയ ധൈര്യവാനാണ്, ശക്തനാണ്, മിടുക്കനാണ് എന്നൊക്കെ പറയുന്ന അനേകർ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷേ അവരവരുടേതായിട്ടുള്ള ചെറിയൊരു കാര്യം വരുമ്പോൾ അറിഞ്ഞും അറിയാതെയും ധൈര്യമൊക്കെയും ചോർന്നു പോകും. നമ്മളങ്ങനെ അനേകരെ കാണുന്നുണ്ട്. എന്നാൽ ആരുടെയൊക്കെ ധൈര്യം ചോർന്നു പോയാലും ബലം ക്ഷയിച്ചാലും അവരെല്ലാം ബലപ്പെടുത്തുവാൻ സ്വർഗത്തിൽ ബലവാനായ ഒരു ദൈവമുണ്ട്. അത് ദാവീദ് തന്റെ ജീവിത അനുഭവത്തിൽ കൂടെ പറയുകയാണ്. ഈ സങ്കീർത്തനത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നാം വായിച്ചാൽ ദാവീദ് അത് വളരെ വ്യക്തമായി വരച്ചു കാട്ടുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും പല സന്ദർഭങ്ങളിലും തളർന്നു പോകുന്നവരാണ്, ബലം ക്ഷയിക്കുന്നവരാണ്. നമ്മുടെ കഴിവ് കൊണ്ടും പണം കൊണ്ടും നമ്മുടെ ആൾബലം കൊണ്ടും പിടിപാട് കൊണ്ടും എന്തെല്ലാം ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിലും ഇതൊക്കെ നിസ്സഹായമായി പോകുന്ന ചില അവസ്ഥകളുണ്ട്. പ്രത്യേകിച്ച് ചില ആരോഗ്യ പ്രയാസങ്ങൾ വന്നാൽ എത്ര പേര് കേട്ട ഹോസ്പിറ്റലിൽ എത്ര പ്രശസ്തനായ ഡോക്ടറിന്റെ അടുക്കൽ ചെന്നാലും ഡോക്ടർമാർ പറയും, നിങ്ങൾ പ്രാർത്ഥിക്കുക, ഞങ്ങളാൽ ആവുന്നത് ഞങ്ങൾ ചെയ്യാം. അതിനപ്പുറത്ത് അവർക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അതുപോലെ ചില നിയമക്കുരുക്കുകൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെന്ന് പെടുന്ന ചില അവസ്ഥകൾ, പലതും പുറത്തു പറയാൻ പറ്റുന്നില്ല. മാനസികമായി തകർത്തുകളെയും തളർത്തിക്കളയും. ഇങ്ങനെയൊക്കെ ജീവിതത്തിന്റെ വിവിധ അവസ്ഥകളിൽ പോകുന്ന ആരെങ്കിലും ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നുണ്ടോ? ഒരുപക്ഷെ നിങ്ങളുടെ മകനെക്കുറിച്ച് മകളെക്കുറിച്ച് വിദേശ രാജ്യത്തു നിന്നോ സ്വദേശത്തു നിന്നോ വന്ന ഒരു ഫോൺ കോൾ ആയിരിക്കാം, കേട്ട ഒരു വാർത്തയായിരിക്കാം നിങ്ങളെ തളർത്തിയിരിക്കുന്നത്. നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കപ്പെട്ട ഒരു മെഡിക്കൽ റിപ്പോർട്ട് ആയിരിക്കാം ഇന്ന് നിങ്ങളുടെ സന്തോഷം ഇല്ലാതാക്കിയത്. നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു കാര്യം നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാതെ കയ്യിൽ നിന്നും വഴുതിപ്പോയതായിരിക്കാം. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും
കരുതുകയും ചെയ്ത വ്യക്തി നിങ്ങളെ മനഃപൂർവ്വമായി ചതിക്കുകയോ ഉപേക്ഷിക്കുകയോ ഒറ്റപ്പെടുത്തുകയോ ചെയ്തതായിരിക്കാം ഇന്ന് നിങ്ങൾ തളരുവാനും ബലം ക്ഷയിക്കുവാനുമുള്ള കാരണം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇത് ഇന്ന് മനുഷ്യ ജീവിതത്തിൽ മേൽ പറയപ്പെട്ടതെല്ലാം സർവസാധാരണമായി മാറിയിരിക്കുന്നു. ഇത് അനാത്മീയരിലോ അക്രൈസ്തവരിലോ അല്ല, വിശ്വാസ സമൂഹത്തിൽ ആത്മീയമായി ഉന്നത നിലവാരം പുലർത്തുന്നു എന്ന് പറയുന്ന ആത്മീയ നേതൃനിരയിലുള്ളവരിൽ പോലും ഈ അവസ്ഥ ഇന്ന് നിലകൊള്ളുകയാണ്. ഏത് വിധത്തിലും ആയിക്കൊള്ളട്ടെ, ഇന്ന് നിങ്ങൾ മാനസികമായി തളർന്നിരിക്കുന്നോ, ഭാരപ്പെട്ടിരിക്കുന്നോ, ഉള്ളിലെ ധൈര്യം ക്ഷയിച്ചിരിക്കുന്നോ, പഴയതുപോലെ ഒന്നും താങ്ങുവാൻ വയ്യ, കേൾക്കാൻ വയ്യ, മനസ്സിന് പഴയ കട്ടിയില്ല, ഇതൊക്കെയല്ലേ നമ്മുടെ സാധാരണ നാട്ടുവർത്തമാനങ്ങൾ. പ്രിയമുള്ളവരെ, ഇതെന്നും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ ഇതിനൊരു പ്രതിവിധി ചെയ്തിട്ടുണ്ടോ? നാം എവിടുന്നെങ്കിലും മരുന്ന് മേടിച്ച് കഴിക്കുന്നു, അല്ലെ നമ്മൾ കുറച്ചുകൂടെ എൻഗേജ്ഡ് ആയിരിക്കാൻ നോക്കുന്നു. ഇതൊക്കെ അല്ലാതെ എന്ത് പ്രതിവിധിയാണ് നാം സ്വീകരിച്ചിട്ടുള്ളത്? അതെ, ഇതിനെല്ലാമുള്ള ഏക പ്രതിവിധിയാണ് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മോട് സംസാരിക്കുന്നത്. അതെ, ഞാൻ എൻ്റെ ദൈവത്തോട് വിളിച്ചപേക്ഷിച്ചു. അതുകൊണ്ട് നമ്മളിത് പറഞ്ഞു നടക്കാനും പരാതിപ്പെടാനും പിറുപിറുക്കാനും നിരാശപ്പെടാനും ഒന്നുമല്ല. ഇനി അധികം കാലമൊന്നുമില്ല, ഇങ്ങനെ അങ്ങ് പോയാ മതി, ആർക്കും ഭാരമാകരുത്, എനിക്ക് ബുദ്ധിമുട്ട് വരരുത്, ഇങ്ങനെയൊക്കെയുള്ള പതിവ് പല്ലവികളിൽ നിന്നും വിപരീതമായി ഇങ്ങനെയുള്ള പരാതികളും സങ്കടങ്ങളും പങ്കിടുന്ന സമയത്ത് ദൈവത്തോട് അപേക്ഷിക്ക്. ആ സമയത്ത് ദൈവം അതിനുള്ള പ്രതിവിധി തരികയാണ്. നമ്മുടെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. ഏത് വിഷയത്തിൽ എവിടെയാണ് ധൈര്യം ചോർന്നു പോയിരിക്കുന്നത്, ധൈര്യം കുറഞ്ഞിരിക്കുന്നത്? ചില നാളുകളായി ചില വിഷയത്തിന് പ്രാർത്ഥിക്കുന്നു. അത് മകന്റേതോ മകളുടേതോ ജോലിയുടേതോ ആരോഗ്യത്തിൻ്റെതോ സാമ്പത്തിക കടബാധ്യതയുടേതോ നിയമക്കുരുക്കിൻ്റെതോ എന്തുമായിക്കൊള്ളട്ടെ, പക്ഷേ ഇവ വല്ലാതെ അലട്ടി ഭാരപ്പെടുത്തുന്നു. ഇപ്പോൾ പഴയതുപോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഏകാഗ്രതയില്ല, താല്പര്യമില്ല, മടുപ്പാണ്, ഒരു പ്രതീക്ഷയുമില്ല, പ്രത്യാശ നഷ്ടപ്പെട്ടു പോയി. ഇങ്ങനെ ആരെങ്കിലും ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നുണ്ടോ? അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് ദൈവത്തോട് ആത്മാർത്ഥമായി ഉള്ള അവസ്ഥ പറയുക. നിശ്ചയമായും നമ്മുടെ ഉള്ളിൽ ബലം നൽകി നമ്മെ ധൈര്യപ്പെടുത്തുന്ന ഒരു ദൈവമാണ്. പ്രിയമുള്ളവരെ, ഒരു കാര്യം കൂടെ നാം മനസ്സിലാക്കണം. നമ്മുടെ ചുറ്റുപാടുമുള്ളവർ നമ്മളെ ധൈര്യപ്പെടുത്തുകയല്ല ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത്, നമ്മളെ നിരാശപ്പെടുത്തുകയാണ്, മടുപ്പിക്കുകയാണ്. അവർ നമ്മളോട് ചേർന്ന് സഹതപിച്ച് അയ്യോ പ്രാർത്ഥിക്കാം, കഷ്ടമായി പോയി, ഇതൊക്കെ പറഞ്ഞ് സഹതപിക്കുകയാണ്. നമ്മെ ധൈര്യം നിന്ന് ബലപ്പെടുത്തുവാൻ ആർക്കും കഴിയുകയില്ല. കാരണം അവർക്കും അവരുടെ ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ തളരുകയാണ്, ധൈര്യം നഷ്ടപ്പെടുകയാണ്, അവരും അബലരായി തീരുകയാണ്. അങ്ങനെയെങ്കിൽ ബലം നൽകുന്ന, ധൈര്യം നൽകുന്ന, സ്വർഗീയ കൃപയാൽ നമ്മെ നിറയ്ക്കുന്ന സർവശക്തനായ ദൈവം ഡിസംബർ മാസം 11-ാം തീയതി ബുധനാഴ്ച ജീവജലം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, എന്റെ യുവജന സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഉള്ളിൽ ബലം നൽകി ധൈര്യപ്പെടുത്തട്ടെ, ശക്തി നൽകട്ടെ. ഇന്ന് നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിച്ച് ഇറങ്ങിത്തിരിക്കുന്നു. അതെന്തു തന്നെ ആയിക്കൊള്ളട്ടെ, അവ പൂർത്തീകരിപ്പാൻ, അതിന്മേൽ ജയം നേടുവാൻ
സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് ശക്തിയും ബലവും ധൈര്യവും നൽകട്ടെ. പലതും കണ്ട് ഭയപ്പെട്ട് അന്ധാളിച്ച് ഞാൻ എങ്ങനെ ഇതിനെ അതിജീവിക്കുമെന്ന് ഭാരപ്പെട്ട് നിൽക്കാതെ ഉയരത്തിലെ ബലം ധരിച്ച് ശക്തി പ്രാപിച്ച് പ്രതികൂലങ്ങളെ അതിജീവിച്ച് ഒരു യഥാർത്ഥ ദൈവ പൈതലായി സഭയ്ക്കും സമൂഹത്തിനും ദേശത്തിനും കുടുംബത്തിനും ദൈവജനത്തിനും മാതൃകയുള്ളവരായി ജീവിപ്പാൻ സർവശക്തനായ ദൈവം ഇന്ന് ജീവജല ശ്രവിക്കുന്ന ഏവരെയും ഇടയാക്കട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും ഒരുക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൻ്റെതായിട്ടുള്ള പ്രതിസന്ധികളും കൊടുങ്കാറ്റുകളും പ്രതികൂലങ്ങളും ആഞ്ഞടിക്കുമ്പോൾ ഞങ്ങൾ ശക്തി ക്ഷയിക്കുന്നവരും ധൈര്യം ചോർന്നു പോകുന്നവരുമാണെന്ന് സമ്മതിക്കുന്നു. എന്നാൽ ഞങ്ങൾ അവിടെ വീണ് തകർന്നടിയാതെ അങ്ങയോട് വിളിച്ചപേക്ഷിക്കുവാനും ഉയരത്തിലെ ബലത്താൽ നിറയപ്പെട്ട് ശക്തി സംഭരിച്ച് ഇന്നിന്റെ പ്രതികൂലങ്ങളെ അതിജീവിപ്പാൻ ഞങ്ങളെ ഇവിടുന്ന് ഒരുക്കണമേ. ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ട ദൈവവചനത്തിനായി സ്തോത്രം. ദൈവവചനം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന ഇന്നിന്റെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിനം സ്വർഗത്തിലെ പുതുശക്തിയാൽ നിറയ്ക്കണമേ. അവരുടെ യാത്രകൾ, അവരുടെ ആവശ്യങ്ങൾ, അവർ ക്ഷീണത്തിലും ഭാരത്തിലുമായിരിക്കുന്ന വിഷയത്തിന്മേൽ ദൈവം ഇടപെടണം. എല്ലാ സ്വർഗീയ നന്മകളാൽ നിറച്ച് അനുഗ്രഹങ്ങളാൽ പൊതിഞ്ഞവരെ നടത്തണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, നാം ക്ഷീണിക്കുന്ന തളരുന്ന ജീവിതത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള അവസ്ഥകളിൽ കൂടെ കടന്നു പോകുമ്പോൾ നിരാശപ്പെടാതെ, പിന്തിരിയാതെ, പിറുപിറുക്കാതെ കർത്താവിനോട് വിളിച്ചപേക്ഷിക്കുക. ഉയരത്തിൽ നിന്നും സ്വർഗീയ ബലം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്ന് നമ്മൾക്ക് ധൈര്യം നൽകി നമ്മളെ പ്രതികൂലങ്ങളെ അതിജീവിപ്പാൻ ശക്തി നൽകി നിലനിർത്തും. ആ ദൈവകൃപ ഇന്ന് ജീവജലം ശ്രവിക്കുന്ന ഏവരുടെ മേലും ഉയരത്തിൽ നിന്നും പകരട്ടെ. അങ്ങനെ ഇന്നിന്റെ പ്രതികൂലങ്ങളെ അതിജീവിപ്പാനും ദൈവകൃപയോടെ നേരിടുവാനും വിജയശ്രീലാളിതരായി കർത്താവിന് സ്തോത്രം കരയറ്റുവാനും ജീവജലത്തിന്റെ എല്ലാ പ്രേക്ഷകരെയും സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിന് വിരാമം കുറിക്കുന്നു. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.